ഇതുപോലെ തന്നെ RSSനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഒരു യുവാവിന്റെ ആത്മഹത്യ. RSS ശാഖയിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ട ശേഷം യുവാവ് ജീവനൊടുക്കിയ സംഭവം. ഈ സംഭവത്തിൽ CPIഎമ്മും DYFIയും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കോട്ടയം എലിക്കുളം സ്വദേശി അനന്തു അജിയുടെ മരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. നിന്നും നേരിട്ട ലൈംഗിക ശാരീരിക പീഡനങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ട ശേഷമാണ് അനന്തു അജി ജീവനൊടുക്കിയത്. തനിക്ക് RSS ശാഖയിൽ നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടായി, മാനസിക ശാരീരിക പീഡനങ്ങളും നേരിട്ടതായി ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നാണ് CPIഎം നൽകിയ പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഈ ആത്മഹത്യയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇതിന് പിന്നിലുള്ള കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് CPIഎം എലിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SHOയ്ക്ക് പൊൻകുന്ന SHOയ്ക്ക് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. ഈ പരാതിക്കുമേൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ടോ അത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് CPIഎം ആവശ്യപ്പെടുന്നത്. കാഞ്ഞിരപ്പള്ളി DYSPക്കാണ് DYFI പരാതി നൽകിയത്. 3-4 വയസ്സ് പ്രായമുള്ള സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ RSSൻ്റെ ശാഖയിൽ അദ്ദേഹം പോയിരുന്നു. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിരുന്നു. ആ സമയങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള പല തരത്തിലുള്ള പീഡനങ്ങൾക്കും വിധേയമാകേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റ് പല കുട്ടികൾക്കും ഇത്തരത്തിൽ അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെന്നാണ് അതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. IT മേഖലയിൽ ജോലി നോക്കിയ അനന്തു തിരുവനന്തപുരത്തെ ലോഡ്ജിലാണ് തൂങ്ങി മരിച്ചത്. അന്വേഷണം ആവശ്യപ്പെട്ട് DYFI പ്രതിഷേധ സമരവും സംഘടിപ്പിക്കുന്നുണ്ട്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.